ഉണ്ണിക്കരി. ചെല്ലമ്മ ഇന്ന് ചന്തയിൽ പോണില്ലേ? ഇന്ന് ചന്തയില്ലല്ല. അതുമല്ല, ഇന്ന് ഉച്ച തിരിഞ്ഞ് ഞങ്ങൾ തൂക്കം കാമാൻ പോന്നു. ഞാനും വരട്ടോ? ഓഹോ, വരുമോ? ചെല്ലമ്മ വിളിച്ചാൽ എവിടെ വേണമെങ്കിലും വരാം. എന്താ വിശ്വാസമില്ലേ? എന്താണ് ചെല്ലമ്മ, നീ ഒരുങ്ങി കഴിഞ്ഞില്ലയോ? ദാ വരണക്ക. മുടിയാൻ പിന്നെ കൊട്ടും മേളം തുടങ്ങി. വരണ വരണ. പിടിക്ക് 2 ചക്രം. 4 ചക്രത്തിന് വേഗം വേണം. കോട് വേണ്ട, കുറച്ചുകൂടെ. മുടിയെണ്ണ ആന. ഞാൻ പോണം, വരുന്നില്ലേ? അതല്ലേ എന്റെ മന്നി വെടിക്കെട്ട് കാണുന്നില്ലേ? ആ, എന്നാ നീ പോ. ഞങ്ങൾ വെളുപ്പിനേ ഉള്ളൂ. ഞാൻ പോണ കേട്ടാ. ഉത്സവസ്ഥലത്ത് നിന്ന് പോരുന്നത് ഞാൻ കണ്ടു. ഈശ്വര, ഈ നേരത്ത്? ഏത് നേരത്തും നീയാണ് എന്റെ മനസ്സിൽ. ചെല്ലമ്മേ, ചെല്ലമ്മ പേടിച്ചു പോയോ? ഞാൻ അയ്യോ, എനിക്ക് ഭയമാവുന്നു. ചെല്ലമ്മയ്ക്ക് എന്താണ് ഇത്ര പരിഭ്രമം? അയ്യോ, വിടൂ, എന്നെ തുടങ്ങി. എനിക്ക് പേടിയാവും. ചെല്ലമ്മ എന്റേതാ, എന്റെ മാത്രം.
ചെല്ലമ്മ പിന്നെയും കരയുകയാണ്. ഞാൻ വെളുപ്പിനെ എഞ്ചിനും കൊണ്ട് പോവുകയാണ്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ. വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എഞ്ചിൻ പുരയിലിരിക്കുമ്പോൾ എല്ലാ രാത്രിയിലും ചെല്ലമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ വിചാരം. ചെല്ലമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ അമ്മ മരിച്ചപ്പോൾ ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കൈ പിടിച്ച് നെഞ്ചൊക്കെ വെച്ചുകൊണ്ട് പറഞ്ഞു, മോളെ നീ ഒരുത്തിയെങ്കിലും. ചെല്ലമ്മേ, ഞാൻ കാരണം നിനക്ക് ഒരു മാനക്കേടും വരില്ല. ധൈര്യമായിരിക്കേ. ഞാനല്ലേ പറയുന്നത്. ഞാൻ പോട്ടെ ചെല്ലമ്മേ. കടകടച്ച് കിടക്ക്. ഞാൻ തിരിച്ചു വരും ചെല്ലമ്മേ, തിരിച്ചു വരും. അക്കനെ എഴുതിച്ചില്ല. എന്താടാ സുഖമില്ലേ? എന്ത് എന്നമ്മ പെരകത്ത് കയറി ഒളിച്ചിരിക്കണത്? എന്തിനു പറ്റി? ഒന്നും പറ്റിയില്ല. മേലൊക്കെ ഒരു വേദന. മനസ്സിന് വേദനയൊന്നും ഇല്ലല്ലോ. പനിയുണ്ടോടി? ഒന്നുമില്ല. പയ്യെങ്കിൽ കിടന്നു, ഞങ്ങൾ പോണു. എന്റെ ഉള്ളിയൊക്കെ ചെല്ലമ്മ വന്നില്ലേ? ഇല്ല, അവക്ക് ലേശം പനിയുണ്ട്. പനിയാ? മരുന്നുകൾ വാങ്ങിച്ചു കൊടുത്താ? ഓ, അത്രയ്ക്കൊന്നുമില്ല. എന്ത് ചെല്ലമ്മ, എന്തിനാലോചിച്ചോണ്ട് നിക്കണത്? ഇല്ല ഇല്ല, ഒന്നും ആലോചിക്കുന്നില്ല. നാട് ഉറങ്ങിപ്പോയി ആ ഇഞ്ചം പോയതോടെ. ആവിയുമില്ല അനക്കുമില്ല, അല്ലേ അല്ലമ്മ? നിന്റെ അവനിനി എന്ന് പരിപാടി? ആര്? നിന്റെ എഞ്ചിൻ ഡ്രൈവർ. ഉയരം കൊണ്ട് ഓടി അവൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അങ്ങനത്തെ അവന്റെ മൂക്ക് പിടിച്ച് കാന്നെഴുതിക്കുമായിരുന്നു. നാരായണം ഒന്ന് തന്തയ്ക്കൊണ്ട് കൊടുക്കും. ആരായിരിക്കും? ചുമ്മാ ഇങ്ങനെ കടത്തിന്റെ കയറി മുട്ടും കെട്ടി എന്നിട്ട് വന്നിരിക്കുന്നു. തന്തയ്ക്ക് പറയാം, നിങ്ങൾ എത്ര നാൾ ഇങ്ങനെ എന്റെ ചോര പിടിഞ്ഞു വെച്ച് ജീവിക്കും? നീ ചേമ്പാറ കാശെടുക്കടി. അരി വെള്ളം ചേർത്തുണ്ടാക്കുന്ന കാശ് തന്നല്ലോ. ചേക്കണ് നിങ്ങ കണ്ടാ ചേക്കണത്? എന്തിനടി അമ്മൂ ഭാര്യയും ഭർത്താവും കൂടെ വഴക്ക്? അല്ല നോക്കക്ക, ഞാൻ ചുമടി ഒന്നുകൊണ്ട് കൊടുക്കണ ഇങ്ങനെ കള്ളം കഞ്ചാവും കുടിക്കാൻ. വാ കൊട്. മറ്റാർക്കും അല്ലല്ലോ, പിള്ളേരുടെ തന്തയ്ക്കല്ലയോ? വരണാക്ക. കുന്നംകുളങ്ങരെ കുഞ്ഞുകൂട്ടിയമ്മയുടെ പൊന്മകൾ ശാരദ പൊന്നുമോള് കല്യാണം ചെയ്തൊരു കാന്തനൊരു ദീനം മല്ലാച്ചി മറ്റൊരു നാരിയെയും കേട്ടുവെന്നുള്ളൊരു വൃത്താന്തം കേട്ടിട്ട് ഞെട്ടി വിറയ്ക്കുന്ന ശാരദയും പതിയെ വിളിച്ചവൾ കണ്ണ് നീറിക്കൊണ്ടൊതളഞ്ഞ ഒന്നു പറിച്ചെടുത്തു. ഒതളഞ്ഞാതിന്നു കഷ്ടം ഭഗവാനെ, തിരുമേരി എന്തേ ദൂരം നീ
കേക്കണില്ലേക്ക? അവിടെ കാച്ചിരിക്കുന്ന കായാണോ ഈ ഒതളങ്ങ, ഈ വരിക്കുമാങ്ങ പോലെ? ഓ, എന്തെങ്കിലും ആവട്ടെ, നീ ഇതൊന്ന് കേള്. അക്ക, കല്യാണം. എവിടുത്തെ കല്യാണമാണ് ഇത്? ചെറുക്കനും പെണ്ണും ജോഡി തന്നെ ഓടിയല്ലമ്മ. എനിക്ക് അകലത്തെ കാണണില്ല. ഓ, ജോഡി നോക്കാഞ്ഞിട്ട. വാക്ക നമുക്ക് കിടക്കാം. പള്ളിയക്ക, പിന്നെ ഇത്ര ആളും മേളം ഒന്നും ഇല്ലെങ്കിലും കല്യാണമാവില്ലേ അക്ക? പെണ്ണും മാപ്പിളയും മാത്രം മതിയെന്നു മണ്ടി. പിന്നെ പോരെ, അവരുടെ മനസ്സിലല്ലേ അക്ക കല്യാണം? തന്നെ തന്നെ. പക്ഷേ അതിന്റെ പേര് വേറെ.